വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും ടെക് പ്ലസ് മലയാളത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് സാംസങ്ങിൻ്റെ ലാർജ് സ്ക്രീൻ മോഡലായ A70 എന്ന മൊബൈലാണ്. 6.7 ഇഞ്ച് സൈസ് വരുന്ന ഇൻഫിനിറ്റി യു ഡിസ്പ്ലേ ആണ് ഇതിൻ്റെ പ്രധാന ആകർഷണമായി വരുന്നത്. ബ്ലൂ, കോറൽ, വൈറ്റ്, ബ്ലാക്ക് എന്നീ കളറുകളിലാണ് ഈ മോഡലുകൾ പുറത്തിറക്കിയിട്ടുള്ളത്. വിവിധ ആംഗിളുകളിൽ നിന്ന് നോക്കുമ്പോൾ ഒരു പ്രിസം എഫക്റ്റ് കിട്ടുന്ന രീതിയിലുള്ള വ്യത്യസ്തമായ ഡിസൈനിങ് രീതിയാണ് സാംസങ് ഇതിൻ്റെ കളറിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഇന്ത്യൻ വിപണിയിൽ ഇതിന് 28,000 രൂപയാണ് വില വരുന്നത്. UAE-ലാണെങ്കിൽ 1,300 ദിറംസാണ് വരുന്നത്. ഇതിൻ്റെ ബോഡി നോക്കുകയാണെങ്കിൽ പ്ലാസ്റ്റിക് ബോഡിയാണ് വരുന്നത്. അതുപോലെ തന്നെ 183 ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. 86% ആണ് ഇതിൻ്റെ സ്ക്രീൻ ടു ബോഡി റേഷ്യോ ആയിട്ട് വരുന്നത്. ഇതൊരു വാട്ടർ ഡ്രോപ്പ് നോച്ചോട് കൂടിയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ്. ടോപ്പ് സെൻട്രലായിട്ടുള്ള നോച്ചിനുള്ളിലാണ് ഇതിൻ്റെ 32 മെഗാ പിക്സൽസിൻ്റെ ഫ്രണ്ട് ക്യാമറയും അതുപോലെ തന്നെ ഇയർ പീസും വരുന്നത്. ഫുൾ HD പ്ലസ് റെസൊല്യൂഷനോട് കൂടിയ സൂപ്പർ അമോലഡിൻ്റെ ഓൺ സ്ക്രീൻ ഫിംഗർ പ്രിന്റ് ഡിസ്പ്ലേ ആണ് ഇതിൽ വന്നിട്ടുള്ളത്. 4500 mAh ഒരു പവർഫുൾ ബാറ്ററിയാണ് ഇതിൻ്റെ മറ്റൊരു ആകർഷണമായിട്ട് വരുന്നത്. 25 വാട്ട്സിൻ്റെ സൂപ്പർ ഫാസ്റ്റ് ചാർജിംഗ് ആണ് ഇതിൻ്റെ ഒരു സവിശേഷത. 128 GB ആണ് ഇതിൻ്റെ ഇന്റേണൽ സ്റ്റോറേജ് വരുന്നത്. റാം ആണെങ്കിൽ 8 GB-യിലും 6 GB-യിലും അവൈലബിൾ ആണ്. ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ഇതിൻ്റെ റിയർ സൈഡ് ലൈറ്റ് വരുന്നത്. ടോപ്പ് സൈഡ് ലൈറ്റ് വരുന്നത് 5 മെഗാ പിക്സൽസിൻ്റെ ഒരു ഡെപ്ത് ക്യാമറയാണ്. ലൈവ് ഫോക്കസിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. സെൻട്രൽ ലൈറ്റ് വരുന്നതാണ് ഇതിൻ്റെ മെയിൻ ക്യാമറ. 32 മെഗാ പിക്സൽസ് ആണ് ഇതിൻ്റെ റെസൊല്യൂഷൻ വരുന്നത്. ഇതൊരു ലോ ലൈറ്റ് ക്യാമറയാണ്. ഇതിൻ്റെ F നമ്പർ വരുന്നത് 1.7 ആണ്. താഴെ വരുന്നത് ഒരു 123 ഡിഗ്രി ആംഗിളിലുള്ള അൾട്രാ വൈഡ് ക്യാമറയാണ്. 8 മെഗാ പിക്സൽസ് ആണ് ഇതിൻ്റെ റെസൊല്യൂഷൻ വരുന്നത്. ക്യാമറ സാമ്പിൾസിലേക്ക് പോകുന്നതിന് മുമ്പായി നമുക്കിനി ഇതിൻ്റെ പാക്കേജും അതിൽ വരുന്ന ആക്സസറീസും എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്യാം. ഈ ബോക്സിന് താഴെയായിട്ടാണ് ഇതിൻ്റെ ഫീച്ചേഴ്സും സ്പെക്സും രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാം ഇൻഫിനിറ്റി യു ഡിസ്പ്ലേ, ഓൺ സ്ക്രീൻ ഫിംഗർ പ്രിൻറ്റ്, സൂപ്പർ ഫാസ്റ്റ് ചാർജിങ്, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിൽ വരുന്ന ചിപ്സെറ്റ് സ്നാപ്ഡ്രാഗൻ്റെ 675 ആണ്. ഒക്ടോകോർ പ്രൊസസ്സറാണ് ഇതിൽ ഉള്ളത്. 2x2 GHz ക്രയോ 460 ഗോൾഡ് ആൻഡ് 6x1.7 ക്രയോ 460 സിൽവർ എന്നീ കോറുകളാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത്. അഡ്രീനോ 612 GPU ആണ് ഇതിന് ഗ്രാഫിക്സ് നൽകുന്നത്. നമ്മളിനി അൺബോക്സിങ് ചെയ്ത് ഇതിൻ്റെ ആക്സസറീസ് എല്ലാം ചെക്ക് ചെയ്യുകയാണ്. ഈ ബോക്സിലായിട്ട് ഒരു TPU കേസും അതുപോലെ തന്നെ ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡുമാണ് വരുന്നത്. ഇനി വരുന്നത് നമ്മുടെ മൊബൈൽ സെറ്റാണ്. ഇത് നമ്മൾ ഓൾറെഡി റിവ്യൂ ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് ഇത് മാറ്റിവെച്ച് മറ്റുള്ള ആക്സസറീസിലേക്ക് പോവുകയാണ്. ഇനി നമ്മുടെ ബോക്സിൽ വരുന്നത് 25 വാട്ട്സിൻ്റെ സൂപ്പർ ഫാസ്റ്റ് ചാർജറാണ്. ചാർജറിൻ്റെ കൂടെ വന്നിട്ടുള്ളത് Type C to Type C USB റിവേഴ്സിബിൾ കണക്ടർ കേബിളാണ്. അടുത്തതായി വരുന്നത് 3.5 mm ഒരു ഇൻ-ഇയർ ഹെഡ്ഫോൺ ആണ്. ബോക്സിൽ ഒരു സിം ഇജക്ടർ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു TPU കേസും അതുപോലെ തന്നെ ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡുമാണ് ചെറിയ ബോക്സിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമുക്കിനി A70യുടെ കുറച്ചുകൂടി കാര്യങ്ങളിലേക്ക് കിടക്കാനുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. സ്ക്രീനിൻ്റെ ടോപ്പ് സെൻറ്ററിലായി നോക്കിയാൽ ചെറിയൊരു വാട്ടർ ഡ്രോപ്പ് നോച്ച് കാണാം. ഇതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് വരികയാണെങ്കിൽ പവർ ബട്ടണും വോളിയം ബട്ടൺസും ഇവിടെയാണ് വരുന്നത്. ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഇതിൻ്റെ സിം ട്രേ വരുന്നത്. 2 നാനോ സിം കാർഡും ഒരു മൈക്രോ SD-യുടെ മെമ്മറി കാർഡും ഒരേ സമയം ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ് ഇതിൽ വന്നിട്ടുള്ളത്. 512 GB വരെയുള്ള മെമ്മറി കാർഡാണ് ഇതിൽ സപ്പോർട്ടിങ് ചെയ്യുന്നത്. ഇതിൻ്റെ താഴ്ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ 3.5 mm ഒരു ഓഡിയോ ജാക്ക്, Type C USB കണക്ടർ, മൈക്രോഫോൺ,
അതുപോലെ തന്നെ ഡൗൺ ഫയറിംഗ് ലൗഡ് സ്പീക്കർ എന്നിവയാണ് വരുന്നത്. ടോപ്പ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു മൈക്രോഫോൺ മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. രണ്ട് തരത്തിലുള്ള ബയോമെട്രിക് സെക്യൂരിറ്റീസ് ആണ് ഈ മോഡലിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഓൺ സ്ക്രീൻ ഫിംഗർ പ്രിന്റും അതുപോലെ തന്നെ ഫേസ് ഐഡിയും. വളരെ പരിമിതമായ ഒരു സെക്യൂരിറ്റി മാത്രമാണ് ഇതിൻ്റെ ഫേസ് ഐഡിയിൽ നിന്നും നമുക്ക് കിട്ടുന്നത്. ചില സന്ദർഭങ്ങളിൽ മറ്റൊരാളുടെ ഫേസിൽ നിന്ന് പോലും ഇത് ഓപ്പൺ ആകുന്നു എന്നത് ഇതിൻ്റെ വലിയ ഒരു പോരായ്മയാണ്. ഇതിൻ്റെ ഫിംഗർ ഐഡി നോക്കുകയാണെങ്കിൽ ടൈം ലാഗ് വരുന്നു എന്നത് മാത്രമല്ല, പലപ്പോഴും റെക്കഗ്നിഷൻ ഫെയിൽ ആകുന്നു എന്നതും ഇതിൻ്റെ ഒരു പോരായ്മയാണ്. വൺ UI ഇൻ്റർഫേസിൽ ആൻഡ്രോയിഡിൻ്റെ 9 Pie ആണ് ഇതിൻ്റെ സോഫ്റ്റ്വെയർ വെർഷനായിട്ട് വന്നിട്ടുള്ളത്. മികച്ച രീതിയിലുള്ള ഡിസ്പ്ലേ ക്വാളിറ്റിയും ഫുൾ വ്യൂ എക്സ്പീരിയൻസും കിട്ടുന്നു എന്നത് എടുത്തു പറയേണ്ട ഒരു സവിശേഷതയാണ്. 4K റെസൊല്യൂഷനിലുള്ള വീഡിയോ പ്ലേബാക്ക് സപ്പോർട്ടാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ക്യാമറ മോഡിൽ നോക്കുകയാണെങ്കിൽ പനോരമ, പ്രൊഫഷണൽ, ലൈവ് ഫോക്കസ്, സൂപ്പർ സ്ലോ മോഷൻ എന്നീ ഓപ്ഷനുകളാണ് ലഭിക്കുന്നത്. സെൽഫി ക്യാമറ നോക്കുകയാണെങ്കിലും റിയർ ക്യാമറ നോക്കുകയാണെങ്കിലും നമുക്ക് മികച്ച രീതിയിലുള്ള പിക്ചേഴ്സ് എടുക്കാൻ സാധിക്കുന്നുണ്ട്. (32 മെഗാപിക്സൽസിൻ്റെ ഒരു ലോ ലൈറ്റ് സെൻസറാണ് ഇതിൻ്റെ മെയിൻ ക്യാമറയ്ക്ക് കൊടുത്തിട്ടുള്ളത്. നൈറ്റ് ഫോട്ടോസ് നോക്കുകയാണെങ്കിൽ അകലെ നിന്നുള്ള ഫോട്ടോകൾക്ക് ക്ലാരിറ്റി കുറവാണ് ലഭിക്കുന്നത്. എങ്കിലും അടുത്തു നിന്നെടുക്കുന്ന ഫോട്ടോകൾക്ക് നല്ല രീതിയിലുള്ള ക്വാളിറ്റി നമുക്ക് ലഭിക്കുന്നുണ്ട്. നൈറ്റ് മോഡ് ഇല്ല എന്നതാണ് ഇതിൻ്റെ പോരായ്മയായിട്ട് വരുന്നത്. 30 FPS 4K വീഡിയോ റെക്കോർഡിംഗ് ആണ് ഇതിൽ സപ്പോർട്ടിംഗ് ചെയ്യുന്നത്. സ്ലോ മോഷന് വേണ്ടി 240 FPS HD റെക്കോർഡിംഗ് ആണ് വരുന്നത്. ക്യാമറ ഷെയ്ക്കിംഗ് ഒഴിവാക്കി വീഡിയോസ് എടുക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള വീഡിയോസാണ് നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഇല്ല എന്നത് ഇതിൻ്റെ ഒരു പരിമിതിയാണ്. അതുകൊണ്ട് തന്നെ ഷെയ്ക്കി ആയിട്ടുള്ള വീഡിയോസാണ് നമുക്കിതിൽ നിന്നും ലഭിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. Thank you.